ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. അന്താരാഷ്ട്ര അവയവ മാഫിയയിലെ കണ്ണി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായത് ആളുകളെ ഇറാനിൽ എത്തിച്ച് അവയവം എടുത്ത് വൻ വിലയ്ക്ക് വിൽക്കുന്ന സംഘത്തിലെ ഒരാളെയാണ്. ഇമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്നും വിവരം നൽകിയതിനെ തുടർന്ന് നെടുമ്പാശ്ശേരി പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്രീകാന്ത്, പ്രതിയുടെ വിശദാംശങ്ങൾ ലഭ്യമാണോ? ഈ സംഘത്തിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്? എന്തൊക്കെയാണ് വിശദാംശം? വളരെ വലിയ നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്നും നടന്നിരിക്കുന്നു. ഈ വിവിധ ഏജൻസികൾ ഏകോപിപ്പിച്ചാണ് ഈ ഓപ്പറേഷൻ സാധ്യമാക്കിയത്. ഇപ്പോൾ അതിലെ അന്താരാഷ്ട്ര അവയവ റാക്കറ്റിലെ ഒരു കണ്ണി പിടിയിലായിരിക്കുന്നു. മാഫിയയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി അവർക്ക് സംഭവിച്ചിരിക്കുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് ഒരാൾ പിടിയിലായത്. ഇയാൾ തൃശൂർ സ്വദേശി സബിത്ത് എന്നയാളാണ് പിടിയിലായിട്ടുള്ളത് എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. നിരവധി പേരെ ഇറാനിലെത്തിച്ച് അവയവം ഇയാൾ കവർന്നിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. ഈ അന്താരാഷ്ട്ര അവയവ മാഫിയയിലെ പ്രധാനപ്പെട്ട ഏജന്റാണ് ഇയാൾ എന്നുള്ള വിവരവും ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. നിർധനരായ ആളുകളെ ഇറാനിലെത്തിച്ച്, അതായത് തുക നൽകാം, വലിയ തുക നൽകാം എന്ന് പറഞ്ഞ് ഇറാനിലെത്തിച്ച് അവരുടെ അവയവം കവർന്ന ശേഷം അവർക്ക് തുച്ഛമായ തുക നൽകി തിരികെ എത്തിക്കുക, ഇതായിരുന്നു ഇയാളുടെ രീതി. ഈ രീതിയിൽ ലഭിക്കുന്ന അവയവം അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ വിലയ്ക്ക് മറിച്ചു വിൽക്കുക എന്നുള്ളതും ഇയാൾ ചെയ്തു പോന്നിരുന്നു. ഇയാളെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. നെടുമ്പാശ്ശേരി പോലീസിന്റെ കസ്റ്റഡിയിൽ പ്രതിയുണ്ട്. വൈകാതെ പ്രതിയുടെ ചിത്രങ്ങളടക്കമുള്ള വിവരങ്ങൾ പുറത്തുവരും. ജീവിക്കാൻ പെടാപ്പാടുപെടുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ സാമ്പത്തിക സ്ഥിതിയെ ചൂഷണം ചെയ്ത് അവയവം തട്ടിയെടുത്ത് വൻ വിലക്ക് വിൽക്കുന്ന അവയവ മാഫിയ സംഘത്തിലെ പ്രധാനി പിടിയിലായിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളാണ് എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.